അടുത്ത ടോപ്പിക്ക് പറഞ്ഞത് ബിസിനസ്സിലാണ് ഡിസിപ്ലിൻ വേണമെന്നാണ്. ഡിസിപ്ലിൻ മീൻസ് നമ്മളൊരു കാര്യം ചെയ്യണം ഉദ്ദേശിക്കുമ്പോൾ ഒരു ദിവസം ചെയ്ത് 2 ദിവസം ചെയ്ത് 3 ദിവസം ചെയ്ത് എനിക്ക് കിട്ടില്ല, ഇനിയും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല. ഒറ്റയടിക്ക് കിട്ടത്തില്ല. ഇറ്റ് ടേക്ക് ടൈം. നമ്മൾ ഒരേ ദിവസം കിട്ടുന്ന ഫെയിലിയറും കൊണ്ടും നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. അത് നെക്സ്റ്റ് പ്രാവശ്യം അത് അപ്ലൈ ചെയ്യും. അതാണ് ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഡെയിലി ചെയ്തില്ലെങ്കിൽ, ഡെയിലി റുട്ടീൻ പോലെ നമ്മളത് ലൈഫിലാക്കില്ല, ഒരു ദിവസം മുടക്കിയാൽ പിന്നെ തിരിച്ചത് പോകത്തില്ല. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എപ്പോൾ നോക്കണം, അതിനെല്ലാം കറക്റ്റ് എക്സാമ്പിൾ ഒരു ജിമ്മാണ്. ജിമ്മ് മീൻസ് ജിമ്മിൽ പോകുന്ന എല്ലാവരുടെ ഉദ്ദേശം നല്ലൊരു ബോഡി ഫിസിക്കൽ ലുക്ക് കിട്ടാൻ. ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല. അതെല്ലാവർക്കും ആഴ്ച 2 ദിവസം കിട്ടില്ല. ഓരോ ദിവസം ഒരാഴ്ച പോകും, ബോഡി പെയിൻ വരും, ഇനി എനിക്ക് കിട്ടത്തില്ല, ഭയങ്കര വേദന, അതുകൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഒരിക്കലും പറ്റത്തില്ല. നിർത്തിയതിനെ നിർത്തിയില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ. നമ്മളിപ്പോൾ ബിസിനസ്സിൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നിർത്തണമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കിട്ടുമെന്ന് വിചാരിച്ചൊരു കിട്ടാൻ പോകുന്നതിലേക്ക് ഫെയിലിയർ ഉണ്ടായി, സക്സസ് ആകത്തേ ഇല്ല. പിന്നെ അത് പിന്നെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഓപ്ഷനല്ല. നമ്മൾ എവിടെ എങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു അതേ രീതിയാണ്. അതിനുള്ള ഒരു പ്രൊസീജിയർ കാണണം, എങ്ങനെ നോക്കണം, ഏത് രീതി കൊണ്ടുപോകണം, അറിയാലോ. അല്ലാണ്ട് ഒറ്റയടിക്ക് എനിക്ക് ബില്യനാറോ മില്യനാറോ ഉദ്ദേശം ഒരിക്കലും ആകാൻ പോകുന്നില്ല. അതിന് വേണ്ടി ആവാനുള്ള പ്രൊസീജിയർ, നമ്മുടെ പ്രോസസ്സ് എല്ലാത്തിനും ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്തും. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നേരത്ത് ഉദ്ദേശിക്കാൻ നേരത്ത് ഇപ്പം ഒരു ഷോപ്പിംഗ് ഓക്കെ, പുതിയൊരു നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് കൊടുക്കുന്നത് നല്ലൊരു മെറ്റീരിയൽ, നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് നമ്മൾ കണ്ടെത്തുന്നു, നല്ലൊരു മെറ്റീരിയൽ തുണി കണ്ടെത്താം. പിന്നെ ട്രെൻഡ് അനുസരിച്ച് നമ്മളതിന് ഡിസൈൻ കണ്ടെത്തണം. അതേപോലെ തന്നെയാണ് നമ്മളിത് എവിടെ ഓപ്പൺ ചെയ്യണം. ഇത്രയും നല്ല ക്ലോത്തിങ് ബ്രാൻഡൊക്കെ തന്നിട്ട് പിന്നെ നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, സപ്പോർട്ട് കൊടുക്കണം. പിന്നെ എവിടെ നമ്മൾ തുടങ്ങുന്ന ഏറ്റവും മുമ്പ് ഒരു വില്ലേജിൽ കൊണ്ടേ തുടങ്ങിയിട്ട് ഒരു പോയാലേ എവിടെ അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എവിടെ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുമോ അവിടെ തുടങ്ങണം.